ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും സമത്വത്തിന്റെയും തിരുവോണം ആഘോഷിച്ച മലയാളികൾ ഓണാഘോഷ ലഹരിയിൽ നാട്. തിരുവോണനാളിൽ കണ്ണനെ കൺകുളിർക്കെ കാണാൻ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വൻ ഭക്തജന തിരക്ക്. തിരുവോണ സദ്യയിൽ പങ്കെടുത്ത് ആയിരങ്ങൾ. ഓണാഘോഷത്തിന് മാറ്റുകൂട്ടി കുമ്മാട്ടിക്കൂട്ടങ്ങൾ. വിവിധ ദേശങ്ങളിൽ താളവാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ കുമ്മാട്ടിക്കൂട്ടങ്ങൾ നിറഞ്ഞാടി. സംസ്ഥാനത്ത് വീണ്ടും നിപ. മലപ്പുറത്ത് സ്വകാര്യ ആശുപത്രിയിൽ മരിച്ച യുവാവിനാണ് നിപ വൈറസ് ബാധ സ്ഥിരീകരിച്ചത്. പട്ടിക്കാട് ചെമ്പൂത്രയിൽ 18,000 ലിറ്റർ സ്പിരിറ്റ് പിടികൂടിയ സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കി എക്സൈസ്. പ്രതികൾക്കായി അന്വേഷണം ഊർജിതം. തൃശൂർ ചെമ്പൂക്കാവ് സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ ATM ശാഖയിൽ മോഷണ ശ്രമം. ATM മെഷീൻ കുത്തിപ്പൊളിക്കാൻ ശ്രമിച്ച പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. പ്രവാചക സ്മരണയിൽ നാളെ വിശ്വാസി സമൂഹം നബിദിനം ആഘോഷിക്കും. നബിദിനാഘോഷത്തിന്റെ ഭാഗമായി മസ്ജിദുകളിലും മദ്രസകളിലും കേന്ദ്രീകരിച്ച് ഘോഷയാത്ര നടക്കും. നമസ്കാരം. വിശദമായ വാർത്തകളിലേക്ക്. ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും സമത്വത്തിന്റെയും സന്ദേശവുമായി മലയാളികൾ പൊന്നിൻ തിരുവോണം ആഘോഷിച്ചു. ഓണക്കോടിയും പൂക്കളവും സദ്യവട്ടങ്ങളും ഒരുക്കിയായിരുന്നു ഓണമാഘോഷം. വീട്ടുമുറ്റങ്ങളിൽ പൂക്കളങ്ങളിട്ടും പുതുവസ്ത്രങ്ങൾ അണിഞ്ഞും ഓരോ മലയാളിയും ഓണത്തെ വരവേറ്റത് ഒത്തുചേരലിന്റെ സന്തോഷവും നാക്കിലയിലെ സദ്യയുടെ രുചിയും ഓണത്തിന്റെ ഗൃഹാതുര സ്മരണ ഉയർത്തി. തിരുവാതിരക്കളിയും കുമ്മാട്ടിക്കളയും ഓണത്തിന്റെ മാറ്റുകൂട്ടി. ഇത്തവണ വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ സർക്കാർ തലത്തിലുള്ള ആഘോഷ പരിപാടികൾ ഒഴിവാക്കിയിരുന്നു. ഓണാഘോഷത്തോടനുബന്ധിച്ചുള്ള പുലിക്കളി ബുധനാഴ്ച തൃശൂർ നഗരത്തിൽ അരങ്ങേറും. തിരുവോണത്തിന് റെഡിമെയ്ഡ് സദ്യ വാങ്ങാൻ വൻ തിരക്ക്. രാവിലെ മുതൽ തന്നെ തിരുവോണ സദ്യ വാങ്ങാൻ വൻ തിരക്കാണ് കാറ്ററിംഗ് സ്ഥാപനങ്ങളിലും ഹോട്ടലുകളിലും അനുഭവപ്പെട്ടത്. വിഭവങ്ങൾ കൂടുന്നതിനനുസരിച്ച് സദ്യയുടെ വിലയും കൂടിയിരുന്നു. പല കാറ്ററിംഗ് സർവീസുകാരും ഹോട്ടലുകാരും ഫാമിലി പാക്കേജ് ഓർഡറാണ് സ്വീകരിച്ചിരുന്നത്. മാസങ്ങൾക്ക് മുൻപേ ഓണത്തിനുള്ള ബുക്കിംഗ് ആരംഭിക്കുകയും ചെയ്തിരുന്നു. പായസം മാത്രം വാങ്ങാനും വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. തിരുവോണനാളിൽ കണ്ണനെ കൺകുളിർക്കെ കാണാൻ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വൻ ഭക്തജന തിരക്ക് അനുഭവപ്പെട്ടു. ഞായറാഴ്ച പുലർച്ചെ നിർമാല്യ ദർശനത്തിനായി നട തുറന്നത് മുതൽ വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. തിരുവോണ ദിനത്തിൽ പതിവ് ക്ഷേത്ര ചടങ്ങുകൾക്ക് പുറമെ വിശേഷാൽ കാഴ്ച ശീവേലിയും മേളവും പ്രത്യേകതയായിരുന്നു. കോട്ടപ്പടി സന്തോഷ് മാരാരുടെ നേതൃത്വത്തിൽ മേളത്തോടെ കാഴ്ച ശീവേലി നടന്നു. കൊമ്പൻ രാജശേഖരൻ കോലമേറ്റി. ക്ഷേത്രമൂരാളൻ മല്ലേശ്വരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് ഗുരുവായൂരപ്പന് ആദ്യ ഓണപ്പുടവ സമർപ്പിച്ചു. തുടർന്ന് ദേവസ്വം ചെയർമാനും ഭരണസമിതി അംഗങ്ങളും ഭക്തരും ഓണപ്പുടവ സമർപ്പണത്തിൽ പങ്കാളികളായി. ആയിരക്കണക്കിന് പേർ തിരുവോണ സദ്യയിൽ പങ്കെടുത്തു. തിരുവോണനാളിൽ കണ്ണന്റെ നടയിലെ പൂക്കളത്തിൽ വിരിഞ്ഞത് ഗരുഡ ഭഗവാൻ. ഗുരുവായൂർ ഫ്രണ്ട്സ് മാണിക്യത്തപ്പടി കൂട്ടായ്മയാണ് 22 അടി നീളവും 18 അടി വീതിയുമുള്ള പൂക്കളം തീർത്തത്. കലാകാരനായ സുരാസ് പേരകത്തിന്റെ നേതൃത്വത്തിൽ KK കിഷോർ കുമാർ, അരുൺ തെക്കേപ്പുറം, ആര്യൻ വാഗ, സൂര്യൻ വാഗ എന്നിവരാണ് പൂക്കളം ഒരുക്കിയത്. 65 കിലോ പൂക്കളാണ് ഇതിനായി വേണ്ടിവന്നത്. ഫ്രണ്ട്സ് മാണിക്യപ്പടി ഭാരവാഹികളായ PS സനോജ്, ജിതേഷ് മനയിൽ, KA പ്രദീപ്, ഷൈനേജ് പല്ലവി, നിബാഷ് ഗുരുവായൂർ, സുഭാഷ് ഭാസ്കർ, നിഖിൽ മല്ലിശ്ശേരി എന്നിവർ നേതൃത്വം നൽകി. തിരുവോണനാളിൽ തൃശൂർ കിഴക്കുംപാട്ടുകര പൃഥ്വി കുമ്മാട്ടി സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ കുമ്മാട്ടി മഹോത്സവം അരങ്ങേറി. 26ാമത് കുമ്മാട്ടി മഹോത്സവം വിപുലമായ പരിപാടികളോടെയാണ് സംഘടിപ്പിച്ചത്. 11 കുമ്മാട്ടിക്കൂട്ടങ്ങൾ കുമ്മാട്ടി മഹോത്സവത്തിൽ അണിനിരന്നു. വാദ്യം, തമ്പോല, ബാൻസെറ്റ്, നാദസ്വരം, നിശ്ചല ദൃശ്യം എന്നിവ അണിനിരന്ന കുമ്മാട്ടി മഹോത്സവത്തിൽ ദേശക്കാർ പങ്കാളികളായി.
50-ാം വാർഷികം ആഘോഷിക്കുന്ന നെല്ലങ്കര ദേശക്കുമ്മാട്ടിയുടെ ആഭിമുഖ്യത്തിൽ കുമ്മാട്ടി മഹോത്സവം അരങ്ങേറി. നെല്ലങ്കര സെന്ററിൽ നിന്ന് ആരംഭിച്ച കുമ്മാട്ടി മഹോത്സവത്തിൽ 15 കുമ്മാട്ടികൾ അണിനിരന്നു. പരമ്പരാഗത രീതിയിൽ കേരളത്തിനകത്തും പുറത്തുനിന്നും എത്തിച്ച കുമ്മാട്ടി പുല്ലുകൾ വച്ച് അലങ്കരിച്ച കുമ്മാട്ടി സംഘങ്ങളാണ് കുമ്മാട്ടി മഹോത്സവത്തിൽ പങ്കെടുത്തത്. നാദസ്വരം, തമ്പോലം, ശിങ്കാരിമേളം, ബാൻഡ് സെറ്റ്, നിശ്ചല ദൃശ്യം, ടാബ്ലോ എന്നിവയെല്ലാം കുമ്മാട്ടിക്കളിയിൽ അണിനിരന്നു. ഒരു ദേശത്തിനെ ആകെ ആവേശത്തിൽ ആറാടിച്ച കുമ്മാട്ടി മഹോത്സവത്തിന് ശ്രീ ദുർഗ കലാക്ഷേത്രം പ്രസിഡന്റ് കെ ഉണ്ണികൃഷ്ണൻ, സെക്രട്ടറി ഉദയകുമാർ, ട്രഷറർ രാഹുൽ, കൺവീനർ രമേശ് ഊരത്ത് എന്നിവർ നേതൃത്വം നൽകി. പുതൂർക്കര സാംസ്കാരിക കലാവേദിയുടെയും കുമ്മാട്ടി കൂട്ടായ്മയുടെയും ആഭിമുഖ്യത്തിൽ ദേശക്കുമ്മാട്ടി മഹോത്സവം അരങ്ങേറി. കുമ്മാട്ടിയും തെയ്യവും മാവേലി തമ്പുരാനും പുതിയ കാലഘട്ടത്തിലെ ആവിഷ്കാരവുമായി ആമയും ഡിജിറ്റൽ ഡോളും ബാൻഡ് സെറ്റും ശിങ്കാരിമേളവും കുമ്മാട്ടി മഹോത്സവത്തെ വർണ്ണാഭമാക്കി. തൃശൂർ ജില്ലാ കുമ്മാട്ടി കൂട്ടായ്മ പ്രസിഡന്റ് രതീഷ് കടവിൽ കുമ്മാട്ടി മഹോത്സവത്തിന് നേതൃത്വം നൽകി. സംസ്ഥാനത്ത് വീണ്ടും നിപ. മലപ്പുറത്ത് സ്വകാര്യ ആശുപത്രിയിൽ മരിച്ച 24-കാരനാണ് നിപ വൈറസ് ബാധ സ്ഥിരീകരിച്ചത്. മരണശേഷം ലക്ഷണങ്ങളിലെ സാമ്യം കണ്ട് പരിശോധിച്ച ഡോക്ടർക്കാണ് ആദ്യം സംശയം തോന്നിയത്. തുടർന്ന് സ്വകാര്യ ആശുപത്രിയിൽ നിന്നെടുത്ത സാമ്പിൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പരിശോധിച്ചപ്പോഴാണ് പ്രാഥമികമായി നിപ സ്ഥിരീകരിച്ചത്. തുടർന്ന് പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള ഫലവും പോസിറ്റീവ് ആവുകയായിരുന്നുവെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി പറഞ്ഞു. ബംഗളൂരുവിൽ വിദ്യാർത്ഥിയായിരുന്നു മരിച്ച യുവാവ്. ഇതുവരെ 151 പേരാണ് പ്രാഥമിക സമ്പർക്ക ലിസ്റ്റിൽ ഉള്ളത്. പട്ടിക്കാട് ചെമ്പൂത്രയിൽ ഗോഡൌണിൽ സൂക്ഷിച്ചിരുന്ന 18,000 ലിറ്റർ സ്പിരിറ്റ് പിടികൂടിയ സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കി എക്സൈസ്. ശനിയാഴ്ചയാണ് കാലിത്തീറ്റ സംഭരണ കേന്ദ്രത്തിന്റെ മറവിൽ സൂക്ഷിച്ചിരുന്ന സ്പിരിറ്റ് ശേഖരം എക്സൈസ് സംഘം പിടികൂടിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കി. എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ പി അശോക് കുമാറിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത്. ദേശീയപാത മണ്ണുത്തിയിൽ വാഹന പരിശോധനയ്ക്കിടെ 1500 ലിറ്റർ സ്പിരിറ്റ് പിടികൂടിയ സംഭവത്തിലും അന്വേഷണം നടക്കുന്നുണ്ട്. സമീപകാലത്ത് ജില്ലയിലെ ഏറ്റവും വലിയ സ്പിരിറ്റ് വേട്ടയാണ് കഴിഞ്ഞ ദിവസം എക്സൈസ് നടത്തിയത്. തൃശൂർ ചെമ്പൂക്കാവ് ATM ശാഖയിൽ മോഷണശ്രമം. സൗത്ത് ഇന്ത്യൻ ബാങ്ക് ചെമ്പൂക്കാവ് ബ്രാഞ്ചിന്റെ ATM ശാഖയിലാണ് ഞായറാഴ്ച പുലർച്ചെ മോഷണശ്രമം നടന്നത്. ATM മെഷീൻ കല്ലുകൊണ്ട് കുത്തിപ്പൊളിച്ച് പണം കവരാനാണ് ശ്രമിച്ചത്. ATM സെന്ററിലെ അലാം അടിച്ചതിനെ തുടർന്ന് ബാങ്ക് ജീവനക്കാർ പോലീസിൽ വിവരം നൽകുകയായിരുന്നു. പണം മോഷ്ടിക്കാൻ ശ്രമിച്ച പ്രതിയെ ഈസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്തു. വെസ്റ്റ് ബംഗാൾ സ്വദേശി റാണയാണ് പിടിയിലായത്. പ്രവാചക സ്മരണയിൽ നാളെ വിശ്വാസി സമൂഹം നബിദിനം ആഘോഷിക്കും. കറകളഞ്ഞ വിശ്വാസവും അതിരില്ലാത്ത സ്നേഹവുമാണ് നബിദിനത്തിന്റെ മുഖമുദ്ര. അവിശ്വാസത്തിലും അന്ധവിശ്വാസത്തിലും മുങ്ങിത്താഴ്ന്ന ഒരു സമൂഹത്തെ വിശ്വാസത്തിന്റെ കരയിൽ എത്തിച്ച വ്യക്തിയായിരുന്നു തിരുനബി. നബിദിനാഘോഷത്തിന്റെ ഭാഗമായി മസ്ജിദുകളും മദ്രസകളും കേന്ദ്രീകരിച്ച് ഘോഷയാത്ര, പതാക ഉയർത്തൽ, അന്നദാനം, മീലാദ് പ്രഭാഷണങ്ങൾ, റിലീഫ് പ്രവർത്തനങ്ങൾ, കലാകായിക മേളകൾ തുടങ്ങിയവ നടക്കും. ചാലക്കുടി ആര്യങ്കാല മുഹിയുദ്ദീൻ ജുമാ മസ്ജിദിലെ മദ്രസ വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും നേതൃത്വത്തിൽ നബിദിന സന്ദേശ റാലി നടത്തി.
ജാഫർ മുസ്ലിയാർ, മനോജ് ബഷീർ, ഷമീർ അഷ്റഫ്, MS ബാദുഷ തുടങ്ങിയവർ നേതൃത്വം നൽകി. ടൗൺ ചുറ്റി നടന്ന റാലിയിൽ നിരവധി പേർ പങ്കെടുത്തു. ലോകമെമ്പാടുമുള്ള മുസ്ലിം വിശ്വാസികൾ പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ജന്മദിനം ആഘോഷിക്കാൻ ഒരുങ്ങുകയാണ്. നബിദിനാഘോഷം മനോഹരമാക്കുന്നതിന് വേണ്ടി മെഗാ ദഫ് ഒരുക്കിയിരിക്കുകയാണ് പന്നിത്തടം മഹല്ല്. റഷീദ് എരുമപ്പെട്ടി തയ്യാറാക്കിയ റിപ്പോർട്ട്. ഇസ്ലാമിക കലകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇനമാണ് ദഫ്മുട്ട്. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ മദീന പ്രവേശനം ആഘോഷഭരിതമാക്കുന്നതിനായി പ്രവാചകനും സംഘവും സഞ്ചരിച്ച വഴികളിലുടനീളം ദഫുകൊട്ടി എതിരേറ്റ ത്വാഫിലെ ബാലകൗമാരങ്ങളെ അനുസ്മരിച്ചാണ് നബിദിനാഘോഷത്തിൽ ദഫ്മുട്ട് അവതരിപ്പിക്കുന്നത്. ചടുലമായ ചുവടുകളും ഇമ്പമാർന്ന പ്രവാചക മദ്ഹ് ഗാനങ്ങളുമാണ് ദഫ്മുട്ടിന്റെ പ്രത്യേകത. നബിദിനാഘോഷം കൂടുതൽ ആകർഷകമാക്കുന്നതിനു വേണ്ടിയാണ് പന്നിത്തടം മഹല് കമ്മിറ്റി മെഗാ ദഫ്മുട്ട ഒരുക്കിയിരിക്കുന്നത്. പ്രവാചകൻ സ്വപ്രകൃതവും സ്വഭാവവും എന്ന പ്രമേയത്തിൽ നടത്തപ്പെടുന്ന നബിദിന ക്യാമ്പയിൻ വളരെ വിപുലമായി നടത്താനുള്ള ശ്രമത്തിലാണ് പന്നിത്തടം മഹല് ജമാഅത്ത് കമ്മിറ്റിയും സ്വാഗത സംഘം പ്രവർത്തകരും. മഹലിലെ കേന്ദ്ര മദ്രസയായ ലിവാവുൽ ഇസ്ലാം മദ്രസയിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയായ ഇഷ അത്തുസുന്നയുടെ പ്രവർത്തകരാണ് നബിദിനാഘോഷത്തിന് കൊഴുപ്പേകാൻ വിപുലമായ രീതിയിൽ മെഗാ ദഫ്മുട്ട് അവതരിപ്പിക്കുന്നത്. ലോകമെമ്പാടുമുള്ള മുസ്ലിം സഹോദരങ്ങൾ നബിദിനം ആഘോഷിക്കുന്നതിനോടൊപ്പം പന്നിത്തടം മഹലും അതിനുവേണ്ടി തയ്യാറെടുത്തു. മഹലിന്റെ ബ്രാഞ്ചുകളും മഹല് കമ്മിറ്റിയെ കൂടി സംഘടിപ്പിക്കുന്ന മെഗാ ദഫ്, അതുപോലെ തന്നെ നബിദിന റാലി, ഭക്ഷണ വിതരണം, അങ്ങനെ ഒരുപാട് പരിപാടികളാണ് ഇതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ മഹലിലെ പൂർവ്വ വിദ്യാർത്ഥികൾ എല്ലാവരും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് 10-40 പേര് പങ്കെടുക്കുന്ന ഒരു മെഗാ ദഫാണ് ഈ പ്രാവശ്യത്തെ ഞങ്ങളുടെ ഹൈലൈറ്റ്. SP ഉമ്മർ മുസ്ലിയാരുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് റിൻഷാദ്, ഹസൻ എന്നിവരുടെ പരിശീലനത്തിലാണ് 40 യുവാക്കൾ ചേർന്ന മെഗാ ദഫ് അവതരിപ്പിക്കുന്നത്. പഴയകാല പ്രവാചക മദ്ഹക്, പ്രവാചക പത്നിമാരുടെ മദ്ഹക് എന്നിവ ഇതിവൃത്തമായ ഗാനങ്ങൾക്ക് ചുവട് പിടിച്ചാണ് ദഫ്മുട്ട് ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. ഖത്തീബും മുദരീസുമായ മുഹമ്മദ് സ്വല്ലീഹ് അൻവരി ചേകന്നൂർ, കേന്ദ്ര മദ്രസ പ്രധാന അധ്യാപകൻ മുഹമ്മദ് അലി ലത്തീഫി എന്നിവർ മഹലിൽ ആത്മീയ നേതൃത്വം നൽകുമ്പോൾ സിംല ഹസൻ പ്രസിഡന്റും പുരളിയിൽ അബൂബക്കർ ജനറൽ സെക്രട്ടറിയുമായിട്ടുള്ള കമ്മിറ്റിയാണ് മഹലിലെ ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾക്കും കലാ സാംസ്കാരിക വിദ്യാഭ്യാസ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകുന്നത്. മഹല് വൈസ് പ്രസിഡന്റ് VS അബൂബക്കർ, നബിദിന ആഘോഷ കമ്മിറ്റി കൺവീനർ ഹമീദ് കാരേങ്ങിൽ, ഷജീർ താജ് എന്നിവർ ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകുന്നു. തിങ്കളാഴ്ച നടക്കുന്ന നബിദിന റാലിയിലും കലാസദസ്സിലും മെഗാ ദഫ്മുട്ട അവതരിപ്പിക്കും. TCV ന്യൂസ്, എരുമപ്പെട്ടി. ശ്രീനാരായണപുരം ആലയിൽ യുവാവിനെ വെട്ടിപ്പരിക്കേൽപ്പിച്ചു. ആല സ്വദേശി ചാണാശ്ശേരി വീട്ടിൽ മണിലാലിനാണ് വെട്ടേറ്റത്. തലയ്ക്ക് വെട്ടേറ്റ മണിലാൽ കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. സംഭവവുമായി ബന്ധപ്പെട്ട് ആല സ്വദേശി രഞ്ജിത്തിനെതിരെ മതിലകം പോലീസ് വധശ്രമത്തിന് കേസെടുത്തു. മൂർക്കനാട് സെന്റ് ആന്റണീസ് പള്ളിക്കു സമീപം പാർക്ക് ചെയ്തിരുന്ന കാർ കത്തിനശിച്ചു. മുരിയാട് സ്വദേശി ജോർജ് നെരേപ്പറമ്പലിന്റെ കാറാണ് കത്തിനശിച്ചത്. പള്ളിയോട് ചേർന്നുള്ള ഹാളിലെ വിവാഹത്തിൽ പങ്കെടുക്കാൻ എത്തിയതായിരുന്നു ജോർജ്. തീ പിടിച്ച വാഹനത്തിന് സമീപത്ത് തന്നെ ഉണ്ടായിരുന്ന മറ്റൊരു കാർ തള്ളി നീക്കിയതിനാൽ ആ വാഹനത്തിലേക്ക് തീ പടർന്നില്ല. ഇരിങ്ങാലക്കുട ഫയർഫോഴ്സ് സ്ഥലത്തെത്തി തീയണച്ചു. ഫയർ സ്റ്റേഷൻ ഓഫീസർ KS ഡിബിന്റെ നേതൃത്വത്തിൽ സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ സജയൻ, ഫയർമാൻമാരായ ലൈജു, TT പ്രദീപ്, സതീഷ്, ഉല്ലാസ് M, ഉണ്ണികൃഷ്ണൻ എന്നിവർ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി. തൃശൂർ സഹകരണ സ്പിന്നിംഗ് മിൽ അടച്ചുപൂട്ടിയതിനും ഒരു ആനുകൂല്യവും നൽകാതെ 200 കണക്കിന് തൊഴിലാളികളെ പട്ടിണിയിലുമാക്കിയ സംസ്ഥാന സർക്കാർ നടപടിക്കെതിരെ തൊഴിലാളികൾ തിരുവോണനാളിൽ കമ്പനി പടിക്കൽ പട്ടിണിക്കഞ്ഞിവെച്ച് സമരം നടത്തി. സംയുക്ത തൊഴിലാളി യൂണിയൻ നേതാക്കൾ സമരത്തിന് നേതൃത്വം നൽകി. INTUC യൂണിയൻ സെക്രട്ടറി P. രമേശൻ നായർ, CITU യൂണിയൻ സെക്രട്ടറി MS പ്രദീപ്, BMS യൂണിയൻ സെക്രട്ടറി VC ഷാജി, എംപ്ലോയീസ് യൂണിയൻ സെക്രട്ടറി MK സുന്ദരൻ, VV കൃഷ്ണകുമാർ തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം നൽകി.
കൊടുങ്ങല്ലൂർ തൃശൂർ റോഡ് സഞ്ചാരയോഗ്യമാക്കുന്നതിൽ VR സുനിൽകുമാർ MLA അനാസ്ഥ കാണിക്കുകയാണെന്ന് ആരോപിച്ച് യൂത്ത് കോൺഗ്രസ് കൊടുങ്ങല്ലൂർ മണ്ഡലം കമ്മിറ്റി തിരുവോണനാളിൽ റോഡിൽ വാഴ നട്ട് പ്രതിഷേധിച്ചു. പ്രതിഷേധ യോഗം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി മുൻ പ്രസിഡന്റ് PU സുരേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജസീൽ അലങ്കാരത്ത് അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് മുൻ നിയോജക മണ്ഡലം പ്രസിഡന്റ് നിഷാഫ് കുര്യാപ്പിള്ളി മുഖ്യപ്രഭാഷണം നടത്തി. മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി സുജ റോയ്, മുഹസിൻ ഇസ്ഹാഖ്, മുസ്ലിം ലീഗ് നേതാവ് യൂസഫ് പിടിയത്ത്, ഷഹീൻ K മൊയ്തീൻ തുടങ്ങിയവർ സംസാരിച്ചു. ശരീരം തളർന്ന പുതൂർക്കര സ്വദേശി കുന്നപ്പുള്ളി ശിവന് സുമനസ്സുകൾ ഓണ സമ്മാനമായി വീട് നിർമ്മിച്ചു നൽകി. പക്ഷാഘാതത്തെ തുടർന്ന് ശരീരം തളർന്ന ശിവൻ ഭാര്യ കോവിഡ് ബാധിച്ചു മരിച്ചതോടെ ശോച്യാവസ്ഥയിലുള്ള വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നു താമസം. ഡിവിഷൻ കൌൺസിലർ മേഫി ഡെൻസലിന്റെ നേതൃത്വത്തിലാണ് സുമനസ്സുകളെ കണ്ടെത്തിയത്. കരേറക്കാട്ടിൽ ഡേവിസ്, ടാണി തരകൻ എന്നിവർ വീട് നിർമ്മാണത്തിനുള്ള സാമഗ്രികൾ നൽകിയതോടെ നിർമ്മാണ പ്രവർത്തികൾ വേഗത്തിൽ പൂർത്തിയായി. ശ്രീനാരായണപുരത്ത് ക്ഷേത്രകുളത്തിന്റെ കൈവരിയിൽ യുവാവിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. കൊടുങ്ങല്ലൂർ കാവിൽക്കടവ് സ്വദേശി അടിമച്ചാലിൽ വീട്ടിൽ 27 വയസ്സുള്ള വിഷ്ണുവാണ് മരിച്ചത്. ഞായറാഴ്ച പുലർച്ചെയാണ് നാട്ടുകാർ മൃതദേഹം കണ്ടത്. മതിലകം പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. ചാലക്കുടി മേഖലയിൽ ആഫ്രിക്കൻ ഒച്ചുശല്യം രൂക്ഷം. മേലൂർ പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിലാണ് ഒച്ചുശല്യം രൂക്ഷമായിരിക്കുന്നത്. കൊരട്ടി മേഖലയിലേക്കും ഒച്ചുശല്യം വ്യാപിച്ചിട്ടുണ്ട്. മഴക്കാലത്താണ് ഒച്ചുശല്യം ഏറ്റവും രൂക്ഷമാകുന്നത്. പഞ്ചായത്തിന്റെയോ നഗരസഭയുടെയോ ഭാഗത്തുനിന്ന് പ്രതിരോധ നടപടികൾ കാര്യക്ഷമമല്ലെന്ന് ആക്ഷേപമുണ്ട്. ഉപ്പിട്ടാണ് നാട്ടുകാർ ഒച്ചിനെ പ്രതിരോധിക്കുന്നത്. പുതുക്കാട് സെന്ററിൽ നിയന്ത്രണം വിട്ട കാർ മറ്റൊരു കാറിൽ ഇടിച്ചുണ്ടായ അപകടത്തിൽ ഒരാൾക്ക് പരിക്കേറ്റു. റെയിൽവേ സ്റ്റേഷൻ റോഡിൽ നിന്ന് ദേശീയപാത മറികടക്കുന്നതിനിടെ കാർ നിയന്ത്രണം വിട്ടു. ഡിവൈഡറിൽ ഇടിച്ചുകയറി എതിർദിശയിലേക്ക് എത്തിയ കാർ ചാലക്കുടി ഭാഗത്തുനിന്ന് വന്നിരുന്ന കാറിൽ ഇടിക്കുകയായിരുന്നു. നിയന്ത്രണം വിട്ട കാറിലെ ഡ്രൈവർക്കാണ് പരിക്കേറ്റത്. നിസ്സാര പരിക്കേറ്റയാളെ പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നാട്ടുകാരും പുതുക്കാട് പോലീസും ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തി. ഇന്നത്തെ സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 6865 രൂപ, പവന് 54,920 രൂപ, വെള്ളി ഗ്രാമിന് 95 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3272 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും സമത്വത്തിന്റെയും തിരുവോണം ആഘോഷിച്ച മലയാളികൾ. ഓണാഘോഷ ലഹരിയിൽ നാട്. തിരുവോണനാളിൽ കണ്ണനെ കൺകുളിർക്കെ കാണാൻ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വൻ ഭക്തജന തിരക്ക്. തിരുവോണ സദ്യയിൽ പങ്കെടുത്ത് ആയിരങ്ങൾ. ഓണാഘോഷത്തിന് മാറ്റുകൂട്ടി കുമ്മാട്ടിക്കൂട്ടങ്ങൾ. വിവിധ ദേശങ്ങളിൽ താളവാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ കുമ്മാട്ടിക്കൂട്ടങ്ങൾ നിറഞ്ഞാടി. സംസ്ഥാനത്ത് വീണ്ടും നിപ. മലപ്പുറത്ത് സ്വകാര്യ ആശുപത്രിയിൽ മരിച്ച യുവാവിനാണ് നിപ വൈറസ് ബാധ സ്ഥിരീകരിച്ചത്. പട്ടിക്കാട് ചെമ്പൂത്രയിൽ 18,000 ലിറ്റർ സ്പിരിറ്റ് പിടികൂടിയ സംഭവത്തിൽ അന്വേഷണം ഊർജിതമാക്കി എക്സൈസ്. പ്രതികൾക്കായി അന്വേഷണം ഊർജിതം. തൃശൂർ ചെമ്പൂക്കാവ് സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ ATM ശാഖയിൽ മോഷണ ശ്രമം. ATM മെഷീൻ കുത്തിപ്പൊളിക്കാൻ ശ്രമിച്ച പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. പ്രവാചക സ്മരണയിൽ നാളെ വിശ്വാസി സമൂഹം നബിദിനം ആഘോഷിക്കും. നബിദിനാഘോഷത്തിന്റെ ഭാഗമായി മസ്ജിദുകളും മദ്രസകളും കേന്ദ്രീകരിച്ച് ഘോഷയാത്ര നടക്കും. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.